നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഡോക്ടർ കാർത്തിക മാധവന്റെ ആശുപത്രിയിൽ വെച്ച് ഞാനാ അവൾക്ക് ഫിസിയോതെറാപ്പി ചെയ്യുന്നത്. ആണോ? ചേട്ടനെന്താ വീണ്ടും ആലോചിക്കുന്നത്? അല്ല, അത് പിന്നെ അവന് ഭാര്യ സ്വത്തൊക്കെ കിട്ടിയിരുന്നെങ്കിലേ സ്റ്റാർട്ടപ്പ് ബിസിനസ് ഒക്കെ തുടങ്ങി നല്ല നിലയിലെത്താമായിരുന്നു. എന്തായാലും പാവം ചേട്ടനായി എനിക്ക് അഭിമാനിക്കായിരുന്നു എന്ന് ചിന്തിക്കായിരുന്നു. അതാണ് യഥാർത്ഥ സഹോദര സ്നേഹം. അല്ല, ഏട്ടൻ വരുന്നില്ലേ? ഓ വാ, നടക്കൂ നടക്കൂ. വാ വാ വാ, എന്റെ വീടല്ലേ, കേറി വരൂ. അമ്മേ, ധാര വന്നിരിക്കുന്നു, നോക്കിയേ. ജഗനോ? ശത്രുത കാരണം ഈ വീട്ടിലേക്ക് ഒരുപാട് നാള് തിരിഞ്ഞു നോക്കാത്ത ജഗനല്ലേ ഇപ്പൊ ഞങ്ങളെയൊക്കെ കാണാൻ കൂടെ കൂടെ വരുന്നുണ്ടല്ലോ. സന്തോഷം, വലിയ സന്തോഷം. വർഷയുടെ കല്യാണത്തിന് സഹകരിച്ചതോടെ ജഗന്റെ ഉള്ളിലെ ശത്രുതയൊക്കെ തീർന്നുല്ലേ? സാഹചര്യങ്ങൾ മാറുമ്പോ ശത്രുതയും മാറണം. അല്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ മനുഷ്യരാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എനിക്കിപ്പോ ഇവിടെ ആരോടും ശത്രുതയൊന്നുമില്ല. തികഞ്ഞ സൗഹൃദം മാത്രം. എന്താ മോനെ കയ്യില്? അച്ചമ്മ കുക്ക് ചെയ്ത ബിരിയാണി പുട്ട. ഹരിതയ്ക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം ഇത്. ആണോ? ഇത് ഞാനിവിടെ കൊണ്ടുതരണമെന്ന് അച്ചമ്മയ്ക്ക് ഒരേ നിർബന്ധം. അതിനാ വന്നത്. അല്ല, എനിക്ക് നല്ല തിരക്കുണ്ട്, ഉടനെ പോണം. അത് ശരിയാവില്ല, ഭക്ഷണം കഴിച്ചിട്ട് പോയാ മതി. വലിയ വിഭവങ്ങളൊന്നും ഉണ്ടാവില്ലെന്നേ ഉള്ളൂ. ഉള്ളതൊക്കെ വെച്ച് നമുക്ക് ഓണം പോലെ കഴിക്കാം. എങ്കിൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. അതിനു മുമ്പ് എനിക്ക് ദിയമോൾ എന്ന് കാണണം. അല്ല, അവളിപ്പോ എന്റെ പേഷ്യന്റ്. അയ്യോ, ഡോക്ടർ കാർത്തിക മാധവന്റെ ആശുപത്രിയിൽ വെച്ച് ഞാനാ അവൾക്ക് ഫിസിയോതെറാപ്പി ചെയ്യുന്നത്. ആണോ? മോന് ആ കുന്ത്രാണ്ടൊക്കെ അറിയാവോ? എന്തുവാ അതിന്റെ പേര്? ഫിസിയോതെറാപ്പി. ഓ, അതൊക്കെ മോനെ അറിയാവോ? ഡോക്ടർ കാർത്തിക മാധവന്റെ ഹോസ്പിറ്റലില് കൂടുതൽ തെറാപ്പി ചെയ്യുന്നതും ഞാനാ. ആണോ? ദിയമോൾക്ക് ഞാൻ തെറാപ്പി ചെയ്ത കാര്യം വന്ദന നിങ്ങളോടൊന്നും പറഞ്ഞില്ലേ? അവള് നല്ല കാര്യമൊന്നും പറയാറില്ലല്ലോ. ഇല്ല, അക്കാര്യൊന്നും പറഞ്ഞിട്ടില്ല. പറയാൻ വഴിയില്ല. ദിയമോളൊന്ന് കയറി കാണുന്നതിൽ തെറ്റുണ്ടോ പ്രകാശേട്ടാ? ഏയ്, ഒരു തെറ്റുമില്ല. ഡോക്ടർക്ക് പേഷ്യന്റിനെ എപ്പോ വേണേലും കാണാലോ. താങ്ക് യു. ജഗൻ ഫിസിയോതെറാപ്പി പഠിച്ചാണോ? കുറച്ച്. പിന്നെ കളരിയുടെ കൂടപ്പുറപ്പാണല്ലോ ഫിസിയോതെറാപ്പി. ഓ, അത് ശരിയാ. അമ്മേ, മോളെ, ഇത് അടുക്കളയിലേക്ക് വെച്ചേക്ക്. വാ മോനെ, ദേമോളെ ഞാൻ കാണിച്ചു തരാം. വാ, ഞാനൊന്ന് പോയിട്ട് വരാം. മോളെ, ഇത് അടുക്കളയിലേക്ക് വെച്ചേക്ക്. ഭവാനിയാണത്ര ശരിയൊന്നും അല്ല, എന്നാലും അവളുടെ ബിരിയാണി പുട്ട് കൊള്ളാവോ ഒന്ന് നോക്കണം. പുറത്തു പോകാൻ പോയാള് തിരിച്ചു വന്നതിന്റെ കാരണം മനസ്സിലായി.
ജഗൻ വരുന്നത് വരെ ക്ഷമിച്ച പുട്ട് പ്രകാശേട്ടനും കഴിക്കാം. കയ്യിലുള്ള പൈസയും ഭദ്രം. ബിരിയാണി പുട്ട്. മോളെ 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 ഭയങ്കര ക്ഷീണം അമ്മേ, കുറച്ചു നേരം കൂടി കിടന്നോട്ടെ. ദേ മോളെ, ദേ ഉറക്കം കൂടിയാലും അത് ആരോഗ്യത്തിന് കേടാ, മറക്കണ്ട. കുറച്ചു നേരം കൂടി പ്ലീസ്. എടി മോളെ, എന്റെ ആവശ്യം നിന്റെ ആവശ്യം എന്നൊക്കെ നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് നീങ്ങാമെന്നല്ലേ അന്ന് ധാരണയായിരുന്നത്. അന്നത്തെ ധാരണ ഇതായിരുന്നില്ലല്ലോ. ഹർഷനെ എത്രയും വേഗം കണ്ടുപിടിച്ച് തരാന്ന് ഒരു ഓപ്ഷൻ നീയാണ് മുന്നോട്ട് വെച്ചത്. അതിന് പ്രത്യുപകാരമായി എഴുത്തിയോ? എന്താ എടുത്തി? ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടി വന്നതാ. ഹരിതയുടെ ആങ്ങള ജഗൻ വന്നിട്ടുണ്ട്. ജഗൻ ചേട്ടൻ വന്നോ? സത്യം? സത്യം. ഞാനെന്റെ കണ്ണോണ്ട് കണ്ടതല്ലേ. വഴക്കിനും വക്കാണത്തിനൊന്നും വന്നതല്ല. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ചേച്ചി. വിശ്വസിക്കണം. വെറും കൈയോടെ അല്ല ജഗൻ വന്നിരിക്കുന്നെ. ഭവാനി അമ്മ കൊടുത്തുവിട്ട ബിരിയാണി പുട്ടുമായിട്ടാ. ബിരിയാണി പുട്ടോ? എന്റെ അച്ഛമ്മ ഉണ്ടാക്കുന്ന ബിരിയാണി പുട്ടിനുള്ള ടേസ്റ്റായ ഒരു പലഹാരവും ഈ ലോകത്തുണ്ടാവില്ല. അത് അച്ഛമ്മ ഈ വീട്ടിലേക്ക് കൊടുത്തയച്ചിട്ടുണ്ടെങ്കിൽ മഹാ അത്ഭുതം തന്നെ. സ്നേഹത്തോടെ നിന്റെ ഏട്ടൻ ജഗൻ ഈ വീട്ടിൽ വന്നു എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അഥവാ വന്നിട്ടുണ്ടെങ്കിലും എന്നെ അളിയനായി പരിഗണിക്കൊന്നും തോന്നുന്നില്ല. എന്നങ്ങ് വിധി എഴുതാതെ കല്യാണ മണ്ഡപത്തിൽ വെച്ച് തന്നെ ജഗന്റെ ശത്രുതയെല്ലാം തീർന്നെന്ന് നമുക്ക് ബോധ്യപ്പെട്ടതല്ലേ. എല്ലാ കാര്യങ്ങൾക്കും ജഗൻ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നില്ലേ. അതൊക്കെ കല്യാണത്തോടെ കഴിഞ്ഞു എന്നാ വിചാരിച്ചത്. ഇതിപ്പോ എന്താടാ, എന്റെ സഹോദരൻ വന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അത്ര പെട്ടെന്നങ്ങ് ഇഷ്ടപ്പെടാൻ പറ്റുമോ? ജഗനും ആ അച്ചമക്കളവിയൊക്കെ എന്നെ തനി പട്ടിയായിട്ടല്ലേ കണ്ടത്. പലപ്പോഴും നിന്നെ വീട്ടിൽ കൊണ്ടുവിട്ട് ഞാൻ ഗേറ്റിൽ വെയിറ്റ് ചെയ്യുമായിരുന്നല്ലോ. അപ്പോഴൊക്കെ ജഗൻ വന്ന് എത്ര നികൃഷ്ടമായിട്ടാ എന്നോട് പെരുമാറിയിട്ടുള്ളത്. തൊഴിലൊന്നും ഇല്ലെങ്കിൽ ഗേറ്റിൽ പട്ടിയെ പോലെ വാലായിട്ട് നിന്നാ മതി, ശമ്പളം തരാമേ എന്നുവരെ ആക്ഷേപിച്ചില്ലേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.